അല്ല, ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ച് ഒരു 64 സബ്സ്ക്രൈബേഴ്സിൽ റൺ ചെയ്ത് തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് ചാനൽ തന്നെ കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം ആ സമയത്ത് യൂട്യൂബിനെക്കാട്ടിയും കൂടുതൽ ഗ്രോ ചെയ്തിരുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആയിരുന്നു. യൂട്യൂബ് ട്രെൻഡ് ആ സമയത്ത് വളരെ ചെറുതായിരുന്നു. നമ്മൾ പതുക്കെ ഈ തേരാപ്പാര എന്ന് പറയുന്ന ടൈറ്റിലേക്ക് വന്നപ്പോഴാണ് യൂട്യൂബിലേക്ക് പതുക്കെ ട്രാഫിക് വന്നു തുടങ്ങിയത്. അത് ഗ്രോ ചെയ്ത് ട്രെൻഡിങ് ലിസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-12 എപ്പിസോഡ് ആയപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റ് തന്നെ വന്നു തുടങ്ങിയത് ആൾക്കാരിലേക്ക്. മലയാളത്തിൽ ആ സമയത്ത് ഈ റെക്കമെൻഡഡ് വീഡിയോസായിട്ട് മലയാളം കണ്ടന്റ് വരുന്ന വളരെ കുറവായിരുന്നു. ബിക്കോസ് ഇപ്പം ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് റെക്കമെൻഡഡ് വീഡിയോസ് വരാനുള്ള ഓപ്ഷൻസും കൂടുതൽ. പക്ഷെ ആ സമയത്ത് ഒന്നുമില്ല. ഇപ്പോൾ മലയാളത്തിലേക്ക് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വ്ളോഗ്സ് എന്നൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതും നോൺ ഫിക്ഷണൽ കോണ്ടന്റ്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് അൽഗോരിതം മാറി തുടങ്ങി, ഫേവറബിളായി. വേറെ ആൾക്കാർ കണ്ടന്റ് ചെയ്തു തുടങ്ങി. അപ്പം അവരുടെയും വീഡിയോസിൽ നമ്മുടെ സജഷൻസ് വന്നു തുടങ്ങി. പിന്നെ അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ തേരാപ്പാരയായിരുന്നു ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്, യൂട്യൂബിൽ ഗ്രോ ചെയ്ത് പറയാം. അന്നത്തെ സമയത്ത് എനിക്ക് ഈ ഗ്രോത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് വിത്തിൻ 1 year വി ക്രോസ് 1 million. അപ്പം അന്നത്തെ സമയത്ത് യൂട്യൂബിൽ 1 million എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് തിങ്, മനസ്സിലായില്ലേ? പിന്നെ കണ്ടന്റ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പുഷ് ചെയ്യുന്നില്ലായിരുന്നു. വളരെ നല്ലതാണെന്ന് തോന്നുന്ന മാത്രമേ നമ്മൾ ടൈം എടുത്ത് പുഷ് ചെയ്തിരുന്നുള്ളൂ. ആ പുഷ് ചെയ്യുന്ന ടൈം നമ്മൾ എടുക്കുന്ന ഗ്യാപ്പ് ആക്ച്വലി നമുക്ക് ഫേവറബിൾ ആയിരുന്നു. ബിക്കോസ് ഒരു തേഴ്സ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അത് സ്ഥിരം നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ടീമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഫേവറബിൾ തിങ് ടു ഡു, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ റെക്കമെൻഡഡ് തിങ് ടു ഡു. കാരണം അതൊരിക്കലും അൽഗോരിതത്തിനെ ഫേവർ ചെയ്യത്തില്ല. പക്ഷേ താങ്ക്ഫുള്ളി സോ ഫാർ ഇറ്റ് ഹാസ് വർക്ക് ഫോർ us. കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ. ബിക്കോസ് പോസ് കഴിഞ്ഞും പിന്നെ അത് മാത്രമല്ല, ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഗുഡ് വീൽ പുഷ് ഇറ്റ്. അതിൻ്റെ ലിമിറ്റ്സ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതിനെ നമുക്ക് തിരിച്ച് ബൗൺസ് ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ കണ്ടന്റ് പുഷ് ചെയ്യാം, റാൻഡമായിട്ട് കണ്ടന്റ് പുഷ് ചെയ്യാം. പക്ഷേ അത് ബ്രാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണിത്. വളരെ സെലക്റ്റീവായിട്ട് മാത്രം ഒരു ടൈം എടുത്തായാലും. ബിക്കോസ് ഓൾ ടുഗദർ നമ്മളിപ്പോൾ ഒരു 124 വീഡിയോസ്, ഇതിൽ ഒരു 94 വീഡിയോസ് മാത്രമേ ഉള്ളൂ ലോങ് ഫോർമാറ്റ്, ബാക്കിയെല്ലാം ഷോർട്സ് ഒക്കെയാണ്. അപ്പോൾ 94ൻ്റെ അകത്താണ് വി ക്രോസ് 8.8 million. ഡെഫിനറ്റ്ലി ആ ബ്രാൻഡ് ബിൽഡിങ് ബേസിക്കലി ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ. എനിക്ക് ആക്ച്വലി ഡിജിറ്റലിൽ 360 ഡിഗ്രിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതായത് കരിക്ക് ഇസ് എ ബ്രാൻഡ് വിച്ച് ഹാസ് ടു ബി പോപ്പുലർ എമംഗ് മലയാളീസ്. ഈ കരിക്കിൻ്റെ ലേബിൾ വെച്ചിട്ട് വി ഹാവ് ടു ബ്രിങ് അപ്പ് അതർ ബിസിനസ് വേർട്ടിക്കൽസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി, വെബ് സീരീസിൻ്റെ ഒരു മൾട്ടി ജോണർ പ്ലാറ്റ്ഫോം, പിന്നെ അതുപോലെ അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്, പിന്നെ ഒരു റെക്കോർഡ് ലേബിളുണ്ട്. ഇതിലേക്കൊക്കെ നമുക്ക് പോപ്പുലാരിറ്റി കിട്ടിയത് ഇസ് അവർ ഫിക്ഷണൽ കോണ്ടന്റ്. അപ്പോൾ ഈ ആൾക്കാർ അതിലേക്ക് എത്തിപ്പെടുന്നത് ഇതുവഴിയാണ്. അപ്പോൾ അത് മൂവിങ് ഫോർവേഡ് നമുക്ക് ബാക്കിയുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പ്ലാൻസ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് us. ഇപ്പോൾ നമുക്ക് കരിക്ക് എന്ന് പറയുന്ന മേജർ ഒരു വേർട്ടിക്കൽ, പിന്നെ ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു മൾട്ടി ജോണർ വെബ് സീരീസ്, ട്യൂൺഡ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ലേബിൾ, ഫ്യൂസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസി. നമുക്കൊരു 250 ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കണക്റ്റഡ്, അതായത് കേരള, തമിഴ്നാട്, തെലുങ്കാന, ഹൈദരാബാദ്, ഇത്രയും സ്റ്റേറ്റ്സിൽ നമ്മൾ കണക്റ്റഡ് ആണ്. അതുകൂടാതെ 200+ ക്യാമ്പയിൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർടൈസിങ് ക്രിയേറ്റീവ് ഏജൻസിയാണ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഇഫ് എ ബ്രാൻഡ് കംസ് അപ്പ് ആൻഡ് സേസ് നമുക്കിതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ TVCയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വലി ഹെൽപ്പിംഗ്. പിന്നെ സീറോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ന്യൂസ് വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഫോർ ദ ടൈം ബീങ് നമ്മളത് ഹോൾഡ് ചെയ്തു. ബിക്കോസ് റിസോഴ്സസ് കൂടുതൽ വേണം. ബിക്കോസ് വി നീഡ് ടു റീച്ച് ആൾക്കാരിലേക്ക് ന്യൂസ് എത്തിക്കുന്നത് മാത്രമല്ല, അത് ടൈംലി എത്തിക്കുക എന്നുള്ളൊരു പർപ്പസ് കൊണ്ട് ഐ തോട്ട് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. അതാണ് ഇപ്പോഴത്തെ പെർട്ടിക്കുലർ പ്രസന്റ് സിറ്റുവേഷൻ. സോ ബേസിക്കലി ഐഡിയ തുടക്കം മുതലേ ഉണ്ട്. പക്ഷേ അത് വളരെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം കൂടെ ഒരുമിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ഗെറ്റ് സ്കാറ്റേഡ്. അപ്പോൾ അത് ഓരോ സ്റ്റേജിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം കരിക്ക് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലിക്ക് എന്ന് പറയുന്ന മൾട്ടി ജോണർ സീരീസ്. അപ്പോൾ അവിടെ ഈ കോമഡി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ജോണറിലുള്ള കണ്ടന്റ് കാണണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ സംവെയർ. ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു സീരിയസ് കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ നമുക്ക് വി ഹാഡ് ദ സ്പേസ്. അവിടെ ഡ്രാമ ഇടാം, അവിടെ ഈ പറയുന്ന പോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അത് ഫ്ലിക്ക് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഫാർ അവിടുത്തെ ടൈറ്റിൽസ് എല്ലാം നല്ലതാണ്. ഫ്ലിക്കിൽ അടുത്തൊരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ അതും ഒരുപാട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു ആ ടൈം നമ്മൾ ആക്ച്വലി ആൾക്കാർ നമുക്ക് ആ ലിവറേജ് തരുന്നുണ്ട്. നിങ്ങൾ സമയം എടുത്ത് തന്നു കഴിഞ്ഞാലും വിൽ ആക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളത്. ദാറ്റ് ഹാസ് ഹെൽപ്പ്.
ഈ കണ്ടന്റ് ക്രിയേഷനിൽ സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു പണ്ട്? കംപ്ലീറ്റ്ലി. ഓക്കെ. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഓരോ ആൾക്കാരുടെയും ഐഡിയാസ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തെരപ്പാര മുതലുള്ള എല്ലാ കോണ്ടന്റിലും ആക്റ്റീവ്ലി നമ്മൾ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ആ കണ്ടന്റ് എങ്ങനെ വേണം ആൾക്കാർക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ല? ആ പ്രോസസ്സിൽ ഫോർ എവറിത്തിങ് ഐ ആം ഇൻവോൾവ്. ഈവൻ ഫോർ എൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻ എവറിത്തിങ് ഐ ഹാവ് ടു ബി ഇൻവോൾവ്. അത് എന്താ ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിഷൻ ചെയ്യുന്ന ആ വിഷൻ കറക്റ്റായിട്ട് പോകുന്നു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. ഇറ്റ് ഡസൻ മീൻ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തരുന്ന ഐഡിയാസ് ഞാനിരുന്ന് ഐട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല. സോ അത് കറക്റ്റ് ചെയ്യാന്നുള്ളത് അത് അവരും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആ റിലേഷൻഷിപ്പിനെ നമുക്ക് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? അവരിപ്പോൾ ഒരു സജഷൻ പറയുമ്പോഴത്തേക്ക് ഇഫ് ഐ എം സെയിങ് നോ ഓർ ഇഫ് ഐ എം സെയിങ് യെസ് ദേ ആർ ടേക്കിംഗ് ഇൻ ദ റൈറ്റ് സെൻസ്. അവരത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് സോ ഫാർ ഹാസ് വർക്ക് ഫോർ അസ്. ഞാൻ ചോദിക്കാനായിരുന്നു കാരണം ഒരു 5 years ഇങ്ങനെ ഒരു ടീം ഒരു ഫ്രിക്ഷൻ ഇല്ലാണ്ട് അനാവശ്യ ഒരു എന്താ പറയുക ഇതല്ലാണ്ട് ജെല്ലിംഗ് വെൽ എപ്പോഴും പോകുന്നു. സോ ബേസിക്കലി ഞാൻ അതിൽ സീക്രറ്റ് എന്താണ് അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ക്യാരക്ടേഴ്സിലുള്ള ഗുണമാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ അത്രയും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ബിക്കോസ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഇൻ എ പെർട്ടിക്കുലർ സ്പേസ്. അവർക്കും മുമ്പിലോട്ട് പോകാനോ പുറത്തോട്ട് പോകാനോ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ കൊടുക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിലുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ അവർ വിശ്വാസം അവർ കാണുന്നുണ്ട്. അപ്പം ആ വിശ്വാസത്തിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. അത് മാത്രമല്ല ഐ ബിലീവ് ദാറ്റ് അവരിവിടെ നിൽക്കുന്നതിൽ അവർ ഹാപ്പി ആണെന്നുള്ളത്. മനസ്സിലായില്ല? അപ്പം ആ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഒരു ഫാമിലി പോലെ തന്നെ അത് ഒരു സ്റ്റാഫ് എംപ്ലോയി അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. അവർ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പോലെ. അപ്പാർട്ട് ഫ്രം ബീങ് ഇൻ ആൻ ഓഫീസ് നമ്മൾ കൂടുതലും ഒരു ഫാമിലി മീറ്റ് പോലെ എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും അല്ല. അപ്പോൾ അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ റാപ്പ്. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സും വളരെ സെലക്റ്റീവായിട്ട് ഞാൻ അത് നമ്മളിപ്പോൾ ഓൺ ബോർഡ് കൊണ്ടുവരുന്നതാണെങ്കിലും വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. അതിന്റെ അതിലോട്ട് വരായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഐ എം ഷുവർ യു മസ്റ്റ് ബി ഗെറ്റിംഗ് ബോംബാർഡഡ് വിത്ത് ആ സ്ക്രീനിങ് പ്രോസസ്. ഒന്ന് നമ്മൾ ഇതിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ കുറച്ച് പേരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവരുടെ വൈൻസും അവരുടെ ഷോർട്ട് വീഡിയോസും ഒക്കെ കണ്ടിട്ട് അവരുടെ അക്കൗണ്ടിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ കൂടെയുള്ളവർ ടെക്സ്റ്റ് ചെയ്ത് മെസ്സേജ് കോൾ ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരും എൻ്റെ അടുത്തുണ്ട്. കിരൺ ആക്ച്വലി റീച്ച് ഔട്ട് ചെയ്ത് വന്ന, കൃഷ്ണചന്ദ്രൻ ആക്ച്വലി റീച്ച് ഔട്ട് ചെയ്ത് വന്ന ആൾക്കാർ. അതല്ലാതെ നമ്മുടെ സ്റ്റാഫ് ഓൺ ബോർഡ് സ്റ്റാഫ് അല്ലാതെ നമ്മൾ ഓൺ കോൾ ബേസിസിൽ വർക്ക് ചെയ്യുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ആക്ച്വലി നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത ആൾക്കാർ. മനസ്സിലായില്ല? നമുക്കിപ്പോൾ 23 സ്റ്റാഫ്സ് ഉണ്ട്. അതിൽ ഒരു 12 ടാലൻറ്റ് ആക്ടേഴ്സ്, ബാക്കിയുള്ളവർ നമ്മുടെ ഓഫീസ് സ്റ്റാഫ്. അപ്പം ആ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാം ഓൺ കോൾ ബേസിസ്, അത് പുറത്തുള്ള ആക്ടേഴ്സായിട്ട്. അത് ഈ രണ്ട് രീതിയിലുണ്ടോ? നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവില്ലേ? നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്, നമ്മളതല്ലാതെ റീച്ച് ഔട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ ഓൺ ബോർഡ് വന്ന് നിൽക്കുന്ന ആൾക്കാരല്ലാതെ പുറത്ത് അപ്രോച്ച് ചെയ്ത ആൾക്കാരെക്കാട്ട് കൂടുതൽ നമ്മൾ ഓൺ കോളിൽ വിളിച്ച ആൾക്കാർ, പുറത്തേക്കുന്ന ആൾക്കാർ, അപ്രോച്ച് ചെയ്ത ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ തന്നെ നമ്മൾ പിന്നെയും പ്രോജക്ട്സിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും നമ്മൾ എന്തെങ്കിലും അവരിപ്പോൾ മൂവിയിലൊക്കെ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളൊരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ഇമേജ് ഓർ എനിത്തിങ് ദെയിൽ കം. അവർ വന്ന് നമ്മുടെ കൂടെ ഒരു പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് അഭിനയിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ സിനിമയിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. അതായത് ആക്ടേഴ്സ് എന്നുള്ള നിലയിൽ ഇപ്പൊ നിങ്ങളുടെ വെബ് സീരീസിലായാലും കൃത്യമായിട്ട് നല്ല പെർഫോമൻസ് ഓരോ വെബ് സീരീസിലും കൃത്യമായിട്ട് ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നെ അവരെ നമ്മൾ വിചാരിക്കും അവർ സിനിമയിലേക്ക് വരും വളരെ ശക്തമായ ഒരു. അല്ല, ഇവർക്ക് എല്ലാവർക്കും സിനിമ ഓഫേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും വേണ്ടെന്ന് വെക്കുന്നു. ഇവരെല്ലാം ഞാൻ വിടാതിരിക്കുന്ന ഒരു പ്രോസസ്സേ ഇല്ല ഇവിടെ. ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും അത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. കാരണം ഇവരെല്ലാവരും സാലറിഡ് എംപ്ലോയീസ്. ഈവൻ നമ്മളൊരു കണ്ടന്റ് ഇറക്കിയില്ലെങ്കിലും ദേ ആർ ഗെറ്റിംഗ് ഫിക്സഡ് ഇൻകം പെർ മന്ത്. അപ്പോൾ അത് അവരുടെ ഞാൻ കൊടുക്കുന്നൊരു ഇത് ഫേവറിസം ഒന്നുമല്ല. ബട്ട് അവർ ആക്ച്വലി അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഷുഡ് നോട്ട് ഗോ ഔട്ട് ബിക്കോസ് ഐ എം സീയിങ് എ ബെറ്റർ ഫ്യൂച്ചർ ഓവർ ഹിയർ. അവരിവിടെ നിന്നിട്ട് അവർക്ക് ഫ്യൂച്ചർ ബെറ്റർ ആക്കാനുള്ള തോട്ടുള്ളതുകൊണ്ടാണ് അവരോട് എൻ്റെ കൂടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ മൂവി ചെയ്യണം എന്നുള്ളത് പല ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ ഹൗസുകളും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ ഒരു കോണ്ടന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഇറക്കുക, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ചെയ്യുക എന്നുള്ള ഡിസിഷനിലാണ് നമ്മൾ ആക്ച്വലി അങ്ങോട്ട് പോകാത്തത്. നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ തന്നെ ഓൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽസ് മാത്രം പുറത്തേക്ക് വരിക എന്നുള്ളത്. നിങ്ങളുടെ ഒരു സിനിമ മുമ്പൊരു തവണ ഇങ്ങനെ തേരാപ്പാരയുടെ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് അനൗൺസ് ചെയ്ത സമയത്ത് ഇവരുടെ എല്ലാം ഏജ് കുറച്ച് യങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നത്. പിന്നെ നമുക്ക് ആ പ്രോജക്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിന് അല്ലാതെ നമ്മൾ വേറൊരു ടൈറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. സിനിമയുടെ പ്രോജക്റ്റ് തന്നെ. സെയിം നമ്മുടെ സെയിം ആക്ടേഴ്സ് കൂടാതെ പുറത്തുള്ള കുറച്ച് ആക്ടേഴ്സും കൂടെ ഉണ്ടാവും. കാരണം ഇവരെല്ലാവരും ഓൾമോസ്റ്റ് സിമിലർ ഏജസ്. അപ്പോൾ നമുക്ക് വേറെ ഏജുള്ള ആൾക്കാരെ അവരെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ ആ ഏജ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാരെ. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും വേറെ ആക്ടേഴ്സ് വേണ്ടി വരും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഹ്യൂമറാണ് ബേസിക്. ഈ ഇയർ ഉണ്ടാവും, ഈ ഇയർ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിക് ഒരു പ്രീ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കണ്ടന്റിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടില്ല? അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹ്യൂമറിലുണ്ടായ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇപ്പൊ ചെറുതിലേക്ക് വന്നപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടത് വേറൊരു രീതിയിലാണ്. അതെ അതെ ഞാൻ പറഞ്ഞത് അതാ. ഈ ഹ്യൂമർ എപ്പോഴും ആൾക്കാർക്ക് നല്ല ഒരു കണ്ടന്റ് ജോണറാണ്. പക്ഷേ അതല്ലാതെ ഇഷ്ടപ്പെടുന്ന മറ്റ് ജോണറുകളിലേക്കും കരിക്ക് റെപ്രസെൻറ്റഡ് ആവണമെന്നുള്ളതാണ് ആ ഒരു തോട്ട് പ്രോസസ്സിലുള്ള കാരണം. അപ്പം ഇപ്പോൾ ജബല ഒരുപാട് ആർട്ടിക്കിൾസിൽ നമുക്ക് കരിക്കിൽ നിന്ന് ഇങ്ങനൊരു കണ്ടന്റ് പ്രതീക്ഷിച്ചില്ല. അതൊരു നല്ല രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. അതായത് ഇത്ര നല്ല കോണ്ടന്റും കരിക്കിന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രാമ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്. ഞങ്ങൾ ഹ്യൂമർ കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുന്നില്ല. ഹ്യൂമർ ഇസ് സേവ്ഡ് ഫോർ അതർ പ്രോജക്ട്സ്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോൾ പ്രസൻ്റ്ലി യൂട്യൂബിലേക്ക് പുഷ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ വേറെ പ്ലാറ്റ്ഫോംസിലോ അല്ലെങ്കിൽ വേറെ പ്രോജക്ട്സ് ആയിട്ടോ ഹ്യൂമറിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. അവർക്ക് എന്തായാലും നമ്മൾ സെർവ് ചെയ്യും. അത് നമ്മൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യും. അതിപ്പോൾ കരിക്കിൻ്റെ മെയിൻ കണ്ടന്റ് നമ്മൾ എന്തായാലും ഹ്യൂമറിൽ തന്നെ പോകുന്നത്. ഫ്ലിക്ക് എന്ന് പറയുന്നത് മൾട്ടി ജോണർ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡ്രാമയും ഈ പറയുന്ന പോലെ വേറെ ജോണേഴ്സും നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ച്വലി ഫ്ലിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കരിക്കിൻ്റെ മെയിൻ പ്ലാറ്റ്ഫോമിൽ ഈവൻ ദോ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് വന്നാൽ പോലും ഹ്യൂമർ എന്തായാലും കണ്ടിന്യൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 2 പാർട്ട് സ്കെച്ച് ഉണ്ട്. അത് ഹ്യൂമറാണ്, കംപ്ലീറ്റ്ലി ഹ്യൂമറാണ്. ആ തുടക്കത്തിലെ കണ്ടന്റുമായിട്ട് ആൾക്കാർ ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് ഒരു ഫാക്റ്റാണ്. പക്ഷെ ഞാൻ ആ കൈൻഡ് ഓഫ് കോണ്ടന്റ് എനിക്ക് തോന്നുന്നു മൂവിയിൽ കൂടെ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് നമ്മൾ അവിടെ സേവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അൾട്ടിമേറ്റ്ലി മൂവി കൺസ്യൂം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു പഴയ കരിക്ക് എനിക്ക് തോന്നുന്നു റീക്രിയേറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു സീറോ പൊളിറ്റിക്സ് പേഴ്സൺ. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു കോൺട്രവേഴ്സി സംഭവമാണ്. അനാവശ്യമായ ഇപ്പൊ പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നാൽ 1-2 ചെയ്ത് കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ സ്റ്റാൻഡ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം. നിങ്ങളതൊരു കോൺഷ്യസ് ഡിസിഷൻ ആണോ? അല്ല, എൻ്റെ ഒരു അതെ അതെ. സോ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ശരിക്കും ആക്ച്വലി ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനും വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ എൻ്റെ ഒരു അജണ്ട ഞാൻ അതിൻ്റെ അകത്ത് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൾക്കാർ കൺസ്യൂം ചെയ്യുക. ആ കൺസംഷനിൽ ഒരിക്കലും ഒരു കരിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്തായാലും അത് പൊളിറ്റിക്കൽ ആകുമ്പോഴത്തേക്ക് ഒരാൾ ഹേർട്ടാവും. അത് വേണ്ടെന്നുള്ളതൊരു ഡെലിബറേറ്റ് ഡിസിഷനായിരുന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ആർട്ടിക്കിൾസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയും. അങ്ങനെയൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ്ലി അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ ഫിൽറ്ററിങ് പ്രോസസ്സിൽ കണ്ടന്റിൽ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങുന്ന മുമ്പേ ഇഫ് ഐ എം ഏബിൾ ടു ഫിക്സ് ഇറ്റ് ഐ വിൽ ഫിക്സ് ഇറ്റ്. ഞാൻ അത് പുറത്തേക്ക് ഇറങ്ങുന്ന മുമ്പേ അത് എങ്ങനെയെങ്കിലും അത് ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങത്തുള്ളൂ.